Pranav R. Nair achieved NEET score 700, is getting 5,000 rupees cash prize, gold medal and memento. എൻ്റെ പേര് പ്രണവ് ആർ നായർ. ഞാൻ കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് 2024 നീറ്റിന് 700 മാർക്കായിരുന്നു. ഞാൻ S19 ബാച്ചിലായിരുന്നു പഠിച്ച. ക്ലാസ് ടീച്ചർ സുബിൻ സാറായിരുന്നു. പിന്നെ ഇതെൻ്റെ അമ്മ, അച്ഛൻ. അമ്മയുടെ പേര് ഉഷ, അച്ഛൻ്റെ പേര് രാധാകൃഷ്ണൻ. അമ്മ ഫെഡറൽ ബാങ്കിൽ ജോലി ചെയ്യാണ്. അച്ഛൻ LIC ജോലി ചെയ്യുന്ന, ഇപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ മാസം. ചേച്ചി ഫോർമർ ബ്രില്യൻ സ്റ്റുഡൻ്റ് ആയിരുന്നു, ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹൗസ് സർജൻസി ചെയ്യുകയാണ്. ഈ ഒരു സ്കോർ എക്സ്പെക്ട് ചെയ്തിരുന്നു ശരിക്കും? ഞാൻ എക്സാം എഴുതിയ സമയത്ത് എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. എക്സാം എഴുതി ഇറങ്ങിയ സമയത്ത് ജസ്റ്റ് നോക്കുമ്പോൾ ഫിസിക്സ് ആയിരുന്നു ആദ്യം നോക്കിയപ്പോൾ 2-3 ക്വസ്റ്റ്യൻ ഫിസിക്സും തെറ്റി. അപ്പം ഞാൻ വിചാരിച്ച് ഇനി അങ്ങനെ ഒരു ട്രെൻഡ് വെച്ചിട്ട് കെമിസ്ട്രി 2-3 തെറ്റും, ബയോളജി 4 തെറ്റും. അങ്ങനെ പോയി ഒരു 660 പ്ലസ് 70 പ്ലസ് എക്സ്പെക്ട് ചെയ്ത്. എന്നിട്ട് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായ ഒരു 700 മാർക്ക് 700 പ്ലസ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മളത് പെട്ടെന്ന് ഞെട്ടിപ്പോവും. എന്തായാലും നീറ്റിന് എത്ര മാർക്ക് ഉണ്ടെന്ന് അറിയുമ്പോൾ. മോഡൽ എക്സാമിൻ്റെ സമയത്ത് ഈ ഒരു സ്കോർ കിട്ടിയിരുന്നു? മോഡൽ എക്സാമിന് 1-2 പ്രാവശ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും സ്കോർ എപ്പോഴും കൺസിസ്റ്റൻ്റ്ലി ഒന്നും കിട്ടില്ലായിരുന്നു. ഇടയ്ക്ക് കുറയുമായിരുന്നു. പക്ഷേ ഒരു കൺസിസ്റ്റൻ്റ്ലി ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കോർ കിട്ടുമായിരുന്നു. MBBS തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ എൻ്റെ ചേച്ചി ഇത് ചെയ്യണുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ചേച്ചി ചെയ്യണതുകൊണ്ട് എനിക്കും അത് കണ്ടിട്ട് അതിലേക്കൊരു ഇത്. ഇല്ല, എൻ്റെ ചേച്ചിയാണ്. ചേച്ചി മാത്രം. ചേച്ചി ട്രിവാൻഡ്രത്ത് ഹൗസ് സർജൻസി. അതുപോലെ എക്സാം എഴുതി കഴിഞ്ഞിട്ട് എന്തായിരുന്നു തോന്നിയത്? എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ പറയണ പോലെ ഇത് പെട്ടെന്ന് ആങ്സൈറ്റി ഉണ്ടാവും. ഇത് മാർക്ക് എത്രയാണ്, ഇത് എങ്ങനെ ഉണ്ടായിരുന്നു, ടെൻഷൻ. അത്രയും പാനിക്കായില്ല. നീറ്റിൻ്റെ സമയത്ത് പാനിക്കാവായിരിക്കാൻ ശ്രമിച്ച്. പക്ഷേ എഴുതി കഴിഞ്ഞിട്ട് നമുക്കൊരു ഇതുണ്ടാവുമല്ല. ഞാൻ ബ്രില്യൻ്റെ യൂട്യൂബ് ചാനൽ എടുത്തിട്ട് ലൈവ് ഇങ്ങനെ നോക്കിയായിരുന്നു. ഓരോ ആൻസർ വരുമ്പോൾ ഇപ്പോൾ വരും, ഇത് ശരിയായി, അത് ശരിയായി, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് PDF ഞാനാണെങ്കിൽ കഴിക്കാൻ കയറിയപ്പോഴാണ് PDF ഇറങ്ങിയത്. അപ്പം ഞാൻ അപ്പം തന്നെ അവിടെ ആ PDF തുറന്ന് നോക്കി. എൻ്റെ എക്സാം എഴുതി അതേ കോഡിനായിരുന്നു ബ്രില്യൻ്റെ ആൻസർ കീ വന്നത്. അപ്പം ഞാൻ അതേ എളുപ്പത്തിൽ നോക്കിയപ്പോൾ ഒറ്റയടിക്ക് നോക്കിയപ്പോൾ മനസ്സിലായി അത്യാവശ്യം നല്ല സ്കോർ ഉണ്ടാവുമെന്ന്. പെട്ടെന്ന് അറിയാൻ പറ്റി. റിസൾട്ട് അറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു റിസൾട്ട് അറിഞ്ഞപ്പോൾ നമുക്ക് ഓൾറെഡി റാങ്ക് ഇത്രയും നല്ലതായതുകൊണ്ട്, മാർക്ക് നല്ലതുകൊണ്ട് അത്യാവശ്യം ഇതുണ്ടായി, കോൺഫിഡൻസ് ഉണ്ടായി. അപ്പോൾ അതും റാങ്ക് കൂടെ കണ്ടപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു, സന്തോഷമായിരുന്നു. ഈ ഒരു നീറ്റിലേക്കുള്ള മോൻ്റെ ഈ ഒരു വർഷത്തെ കാലത്തെ നമ്മുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരുന്നു? ഞാൻ വെച്ചാൽ നടക്കൽ ഹോസ്റ്റലിലായിരുന്നു, പാലയിൽ. അതെന്ന് വെച്ചാൽ D ബ്ലോക്കിൻ്റെ തൊട്ട സൈഡിലായിരുന്നു. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ രാവിലെ എണീക്കണ കുറച്ച് ഒരു 8 മണിക്ക് എണീക്കും, അല്ലെ 7:30 എണീക്കും. എന്നിട്ട് ഞാൻ ആദ്യം തന്നെ ഒന്ന് ബ്രഷൊക്കെ ചെയ്ത് വേഗം D ബ്ലോക്കിലേക്ക് പോയിട്ട് അവിടെ റെഫറൻസ് ചെയ്തിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം അവിടെ ഞങ്ങൾക്ക് അടുത്തുള്ള ഹോസ്റ്റലായതുകൊണ്ട് ഞങ്ങൾക്കൊരു 10:30 വരെ റെഫറൻസ് ചെയ്തിരിക്കാൻ പറ്റും രാത്രി. അപ്പോൾ ഞാൻ രാത്രി 10:30 വരെ അവിടെ റെഫറൻസ് ചെയ്തിട്ട് ഹോസ്റ്റലിൽ വരും. അപ്പോൾ രാവിലെ നമ്മൾക്ക് ഫുൾ അവിടെ പ്രൊട്ടക്റ്റീവായിട്ടൊരു സ്റ്റഡി അറ്റ്മോസ്ഫിയർ ഉണ്ടാവും നമ്മുടെ ബ്രില്യനിലെ റെഫറൻസ് കാരണം. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ വന്നു കഴിയുമ്പോൾ ഞാൻ കുറച്ച് 10:30 വരെ പഠിച്ചില്ലേന്ന് ആലോചിച്ച് കുറച്ച് നേരം കിടക്കും. എന്നിട്ട് ഉറപ്പ്. അത്രയൊക്കെ. സ്കൂൾ പഠനമൊക്കെ എവിടെയായിരുന്നു? ഞാൻ 10 വരെ കേന്ദ്ര വിദ്യാലയയിലായിരുന്നു പഠിച്ചത്. ഈ +1 +2 ഞാൻ KE മാതാനത്തായിരുന്നു. അവിടെ ഞങ്ങൾ +1 ഏകദേശം ഒരു 3/4 ഭാഗം ഓൺലൈനായിരുന്നു. അത് കാരണം എനിക്ക് ഇങ്ങനെ എന്താ പറയുക, കുറേ പെൻഡിങ് ക്ലാസ് അതൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഈ +2 ആയപ്പോഴത്തേക്കും മേക്കപ്പ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അത് കാരണം എനിക്ക് ഈ വർഷത്തിന് വേണ്ടി ഒരു ബേസ് ഉണ്ടായിരുന്നു നല്ലോണം. റിപ്പീറ്റ് ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ നല്ല സ്ട്രോങ് ആയിരുന്നു. എനിക്ക് പക്ഷേ ബയോളജി കഴിഞ്ഞ പോലെ ഞാൻ അത്ര ഫോക്കസ് ചെയ്യാത്തതുകൊണ്ട് നല്ല വീക്കായതുകൊണ്ട് ഈ ബയോളജിയാണ് ഈ വർഷം ഒരു ഫുൾ ഫോക്കസ് ചെയ്തത് മെയിൻലി. പക്ഷെ അവിടെ മാന്നാനത്ത് പഠിച്ച കാരണം എന്താ പറയുക, നല്ല ഇത് കിട്ടി, കോൺഫിഡൻസും കിട്ടി, എല്ലാം നല്ലോണം എൻ്റെ പിന്നെ കുറേ ഫ്രണ്ട്സിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം മാന്നാനത്ത് പഠിച്ച. അപ്പോൾ അവിടെ എല്ലാവരുടെയും അതൊക്കെ അഡ്വൈസും അതെല്ലാം കേട്ടിട്ട് ആണ് ഞാൻ ഇത് വന്നത്. ഈ നമ്മുടെ ഈ നീറ്റിലെ ഈ കോച്ചിങ്ങിനിടയിൽ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതായിരുന്നു? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണല്ലോ ഇഷ്ടപ്പെട്ട ഫിസിക്സ് ആയിരുന്നു. അത് എന്തുകൊണ്ടാണ് നമ്മൾ ഫിസിക്സ് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ബയോളജിയിലോട്ട് പോകാൻ കാര്യം? ബയോളജി പഠിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, മാർക്ക് അതിലാണ് പകുതി മാർക്ക്, അതുകൊണ്ട് അത് ഫോക്കസ് ചെയ്ത്. പക്ഷേ ഏറ്റവും ഇഷ്ടം ഫിസിക്സ് ആയിരുന്നു. പക്ഷേ ബയോളജിയാണ് അവിടെ നമ്മൾ പഠിക്കണം. എനിക്ക് വേണ്ടി എൻ്റെ മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ ഫിസിക്സ് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ എത്താൻ പറ്റും.
പക്ഷെ ബയോളജി നമുക്കൊരു ഫുള്ളായിട്ട് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഒരു 10 പ്രാവശ്യം ഒരു 5 പ്രാവശ്യമൊക്കെ ചാപ്റ്റർ വായിച്ചാലാണ് നമുക്ക് എല്ലാ ക്വസ്റ്റിനും ഒന്ന് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റും. പിന്നെയും വായിക്കുകയും ചെയ്യണം. തിയറി നല്ലോണം വായിക്കണം. അതുപോലെ മോഡൽ എക്സാമിൻ്റെ ഒക്കെ സമയത്ത് മോൻ്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? അതുവരെയുള്ളതും രണ്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ തിരിക്കാം നമ്മുടെ കോച്ചിങ് സെക്ഷനെ. ഒന്ന് അപ് ടു മോഡൽ എക്സാം വരെയും പിന്നെ ഒന്ന് മോഡലിന് ശേഷമുള്ളത്. ശേഷമുള്ള ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു? മോഡലിന് മുമ്പ് എനിക്ക് സത്യം പറഞ്ഞാൽ വീക്ക്ലി എക്സാം ഉള്ളതുകൊണ്ട് ഞാൻ ആ സമയം മെയിൻലി ഫോക്കസ് ചെയ്ത് ഫിസിക്സും കെമിസ്ട്രിക്കും വേണ്ടിയാണ്. ആ സമയത്ത് ഫിസിക്സ് എല്ലാ ചാപ്റ്ററിൻ്റെയും ലൈക്ക് ഒരു വീക്ക്ലി എക്സാം വരുമ്പോൾ ഒരു ചാപ്റ്റർ വരുമ്പോൾ ഞാനൊരു ബുക്ക് എടുക്കും. A to Z സെൻഗേജ് അങ്ങനെ വല്ല ബുക്ക് എടുത്തിട്ട് അതൊരു 100 പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് മോഡൽ എക്സാം എത്തിയപ്പോൾ എനിക്ക് അത്രയും ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തുകൊണ്ട് ഫിസിക്സ് അത്രയും ഫോക്കസ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ മോഡൽ എക്സാം വരുമ്പോൾ ഞാൻ വൈകുന്നേരം മുതൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുൾ ബയോളജിയാണ് ഫോക്കസ് ചെയ്യുക. എൻ്റെ ക്വസ്റ്റ്യൻ ബയോളജി തെറ്റുമ്പോൾ ഞാൻ ആ ചാപ്റ്റർ ഫുള്ള് വായിക്കും. കഴിഞ്ഞിട്ട് പിന്നെയും ബയോളജി മാത്രം മെയിൻലി ഫോക്കസ് ചെയ്യും. ഫിസിക്സ് തെറ്റുകയാണെങ്കിൽ അത് നോക്കും. പക്ഷേ മെയിനായിട്ട് മോഡൽ എക്സാം സമയത്ത് ബയോളജി ഞാൻ പഠിച്ചത്. റിപ്പീറ്റ് ചെയ്തപ്പോൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം, ചൂസ് ചെയ്യാനുള്ള കാരണം അത് പുതിയ ചോയ്സ് ഒന്നും അല്ലായിരുന്നു. എന്തായാലും ഈ ബ്രില്യൻ്റ് ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്കറിയാം, ബ്രില്യൻ്റ് കേരളയിൽ തന്നെ. അപ്പോൾ ബ്രില്യൻ്റ് അല്ലാതെ വേറൊരു ഞങ്ങൾ ചോയ്സ് തന്നെ കണ്ടില്ല. എന്തായാലും ബ്രില്യൻ്റ് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചായിരുന്നു. നീറ്റിൻ്റെ കഴിഞ്ഞ വർഷത്തെ മാർക്ക് കണ്ടപ്പോൾ വെച്ച് കുഴപ്പമില്ല, അടുത്ത വർഷം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് കണ്ടപ്പോൾ തന്നെ ബ്രില്യൻ്റ് അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ബ്രില്യൻ്റ് വിളിച്ച് ചോദിച്ച് ജോയിൻ ചെയ്തായിരുന്നു. അതുപോലെ നമ്മൾ ഈ വർഷം നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ നമ്മൾ പഠിച്ചാൽ നമുക്ക് പറ്റും. എന്ത് പഠിച്ചാലും നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ കൺസിസ്റ്റൻ്റ്ലി എല്ലാ ദിവസവും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റും. ഇടയ്ക്കൊക്കെ ചെറിയ കുഴപ്പങ്ങൾ പറ്റിയാലും ഡെയിലി പോർഷൻ പഠിക്കണം. പിന്നെ വീക്ക്ലി എക്സാമിന് വരുമ്പോൾ നമ്മൾ ആ ഫിസിക്സും കെമിസ്ട്രിയുടെയും ഭാഗം വൃത്തിക്ക് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മോഡലാകുമ്പോൾ ഫിസിക്സും കെമിസ്ട്രി സ്ട്രോങ് ആയിട്ട് ബയോളജി ഫോക്കസ് ചെയ്ത് പഠിക്കുക. അത് ഒരു നല്ല ഇത്. പിന്നെ റെഫറൻസിൽ പോകണം. റെഫറൻസ് നല്ല സ്ഥലമാണ്. അവിടെ നല്ലോണം പഠിക്കാൻ നല്ല അറ്റ്മോസ്ഫിയറും എല്ലാം ഉണ്ട്. ഇഷ്ടമുള്ള ബുക്സ് എടുത്ത് പഠിക്കാം. ഇഷ്ടമുള്ള ബുക്ക് എടുക്കുക. അവിടുത്തെ ലൈബ്രറി നല്ല വലിയ എല്ലാ ബുക്കും ഉണ്ട്. സത്യം പറഞ്ഞാൽ അവിടെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഇവിടെ റെഫറൻസിൽ പോകണം. അടുത്തായിട്ട് പേരൻസിനോട് അറിയാം, ഈ പഠനകാര്യത്തിൽ ഇവനെങ്ങനെയായിരുന്നു ഇതുവരെ? കുഴപ്പമില്ല. അവൻ 10th വരെ നോർമലായിരുന്നു. അത് കഴിഞ്ഞ് മാന്നാനത്ത് പോയതിന് ശേഷമാണ് അവൻ മിടുക്കനായത്. കാരണം അവിടെ ക്ലാസ് കോച്ചിങ് ഒക്കെ നല്ലതായിരുന്നല്ലോ. അതാണ്. പിന്നെ അതുകൊണ്ട് പിന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഇട്ടപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ കിട്ടുമായിരുന്നു, സെൽഫ് ഫൈനാൻസിൽ. അപ്പോൾ അവൻ തന്നെയാണ് ഗവൺമെൻറ് സീറ്റ് മതി എന്നും പറഞ്ഞ് അവൻ്റെ തന്നെ തീരുമാനമായിരുന്നു. അപ്പം എന്തായാലും അവിടെ പോയതുകൊണ്ടാണ് മാന്നാനത്ത് പോയതും പിന്നെ ബ്രില്യൻറ്റുമാണ് അവൻ്റെ. ചേച്ചിയായിരുന്നു അങ്ങനെ ചേച്ചി +1 ഞാൻ ഓൺലൈൻ ആയിരുന്നപ്പോൾ ഞാൻ ഇവിടെ ഓൺലൈൻ ക്ലാസ് കാണുമ്പോൾ ഞാൻ ചേച്ചീനെ കൂടി ഇരുത്തും. എന്നിട്ട് ചേച്ചിനോട് ഇതെന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അതെന്താണെന്ന് ചോദിക്കുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് രണ്ടുപേർക്കും മടിയായിട്ട് ഓൺലൈൻ ആയതുകൊണ്ട് എനിക്കാണെങ്കിൽ ഒരു ഇതുണ്ടായിരുന്നു, ബാക്ക്ലോഗ് വരാൻ തുടങ്ങി. എന്നിട്ട് അവിടെ പോയപ്പോൾ ചേച്ചിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ച് ഓരോ ടിപ്സൊക്കെ തരുമായിരുന്നു. പിന്നെ അവിടെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവർ നല്ലോണം മാർക്കൊക്കെ മേടിച്ച് അവരും കുറേ ടിപ്സും തന്ന് നല്ല മോട്ടിവേറ്റ് ഒക്കെ ചെയ്തായിരുന്നു. അവൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് സൈഡ് ഞാൻ കണ്ടത് അവന് ഫോക്കസ്ഡാണ്, അതുപോലെ ക്വിക്ക് ടു പിക്കപ്പാണ്, ഷാർപ്പാണ്. ഈ +1 10th വരെ ഞങ്ങൾ കേന്ദ്രീയ വിദ്യാലയം തൊട്ട് ജസ്റ്റ് 100 കിലോമീറ്റർ ഉള്ളൂ കേന്ദ്രീയ വിദ്യാലയം. ഇതുവരെ അവിടെ പഠിച്ചത്. അപ്പം അതുകൊണ്ട് പക്ഷേ ഞങ്ങൾ 2 പേരും വർക്ക് ചെയ്തുകൊണ്ട് ഒറ്റയ്ക്കാണല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് 2 വർഷം അങ്ങനെയാണ് മാന്നാനത്ത് ബ്രില്യൻ്റ് പ്രോഗ്രാം ജോയിൻ ചെയ്യും. അതിൽ1 വർഷത്തെ ഫസ്റ്റ് ഇയറിൽ പറ്റിയെന്ന് വെച്ചാൽ കൊറോണ പീരീഡ് ആയതുകൊണ്ട് ഒരുപാട് നമുക്ക് ക്ലാസ് മിസ്സായി. ഓൺലൈൻ ആകുമ്പോൾ തന്നെ അതിൻ്റെ പരിമിതികളുണ്ടല്ലോ. അതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കഴിഞ്ഞ വർഷം തന്നെ അവന് നല്ല മാർക്ക് കിട്ടുമായിരുന്നു കോട്ടയിൽ. പിന്നെ അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഇപ്രാവശ്യം പറഞ്ഞ പോലെ ഇത് ചേർന്നു. പിന്നെ അവിടുന്ന് ഹോസ്പിറ്റലിൽ വരുവാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച പ്രണവിൻ്റെ ഫാമിലിക്ക് എല്ലാവിധ ആശംസകളും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.